ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വ്ളോഗ്സ് വിത്ത് രാജി. ഇപ്പോൾ നേന്ത്രപ്പഴം കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കിയാലോ. ഇതിന് അധിക സാധനങ്ങളൊന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങൾ മതി. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം. പിള്ളേർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണിത്. ഇപ്പോൾ നമ്മൾ ആവിയിലാണ് ഇത് വേവിച്ചെടുക്കണത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. 4 നേന്ത്രപ്പഴം ഞാൻ തൊലി നന്നായിട്ട് കറുത്താണ്. നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ ഇതിന് വേണം. അപ്പോൾ അത് ചെറുതാക്കി മുറിച്ച് ആ മിക്സി ജാറിൽ ചേർക്കുന്നുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ 4 ഉണ്ടായിരുന്നു, അത് ചേർത്തു. അപ്പോൾ ഈ 4 ചേർക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്ലേറ്റ് കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു ചെറിയ ബൗളിൽ ഞാൻ തേങ്ങ ചിരകിയത് അതും കൂടി ചേർത്തിട്ടുണ്ട് പഴത്തിൻ്റെ കൂടെ. പിന്നെ ഏലക്കാപ്പൊടി അര ടീസ്പൂൺ മതിയാവും. അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തു. ഇത് അരിപ്പൊടിയാണ്, ഇടിയപ്പത്തിൻ്റെ പൊടി. വറുത്തതോ വറുക്കാത്തതോ ആയ ഏത് അരിപ്പൊടിയാണെങ്കിലും നൈസായിരിക്കണം. അത് അര ഗ്ലാസ് ചേർത്തിട്ടുണ്ട്. ഈ ചെറിയ ഗ്ലാസ്സിന് അര ഗ്ലാസ് അരിപ്പൊടി. ഇത് ആ തേങ്ങ ചിരകിയത് എടുത്ത് ആ ബൗൾ തന്നെ ഒരു ബൗൾ ശർക്കര പാനിയും ചേർത്തിട്ടുണ്ട്. പാനിയാക്കി നന്നായിട്ട് അരിച്ചെടുത്താണ്. ഇപ്പോൾ ഉപ്പ് പൊടി ഞാൻ 1/4 ടീസ്പൂൺ അതും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം മിക്സി ജാറിൽ ചേർത്ത് വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ ഇത് തന്നെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് വെള്ളം ആവശ്യമില്ല. നമ്മൾ ശർക്കര പാനിയൊക്കെ പഴമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഇഡ്ഡലി മാവിൻ്റെ പാകത്തിന് വേണം നമുക്ക് അരച്ചെടുക്കാൻ. അധികം വെള്ളമാവരുത്, അധികം കട്ടിയാവരുത്. ഈ പാകത്തിന് അരച്ചെടുക്കണം. ഇതെല്ലാം അരച്ച് മിക്സി ജാറിന് അരച്ചൊക്കെ ഞാനൊരു പാത്രത്തിലാക്കി. അതിൻ്റെ കൂടെ അര ടീസ്പൂൺ വറുത്ത എള്ള് ചേർത്തിട്ടുണ്ട്. വറുത്ത എള്ള് അര ടീസ്പൂൺ, ജീരകം 1/4 ടീസ്പൂൺ, ചെറിയ ജീരകമാണ്, ചെറിയ ജീരകം 1/4 ടീസ്പൂൺ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ എള്ളും ജീരകമൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവറും കൂടി ആകുമ്പോൾ ഇത് നല്ല ടേസ്റ്റും നല്ല മണവും ഉണ്ടാവും. ഇപ്പോൾ തൊലി കറുത്ത പഴം പിള്ളേർ ആരും കഴിക്കില്ല. വലിയവർക്ക് തന്നെ ഇഷ്ടാവില്ല, ചിലരൊന്നും കഴിക്കില്ല. നമ്മൾ അങ്ങനെയുള്ള നേന്ത്രപ്പഴങ്ങൾ ഇതിങ്ങനെ ഈവനിങ് സ്നാക്കായിട്ട് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അത് വേവിക്കാനുള്ള ഒരു പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പാകത്തുള്ള കിണ്ണം പോലെയുള്ള പ്ലേറ്റിൽ ഞാൻ അര ടീസ്പൂൺ നെയ്യ് ചേർത്ത്, നെയ്യോ വെളിച്ചെണ്ണ ഏതായാലും കുഴപ്പമില്ല, അത് ചേർത്ത് നമ്മൾ എല്ലായിടത്തും തേച്ച് കൊടുക്കണം. ആ പ്ലേറ്റിൽ മൊത്തം തേച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നെയ്യ് ഇത്തിരി ചേരുമ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കിണ്ണത്തപ്പം. അപ്പം നേന്ത്രപ്പഴം കൊണ്ട് ഇങ്ങനെയുള്ള കിണ്ണത്തപ്പം ഉണ്ടാക്കി 4 മണി ചായയുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, ഹെൽത്തിന് നല്ലതാണ്, ആരോഗ്യമായിട്ടുള്ള നല്ലൊരു സ്നാക്കായിരിക്കും. ഇത് എല്ലാവർക്കും, കുട്ടികൾ മുതൽ വലിയവർ വരെ എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ ഞാനൊരു ഇഡ്ഡലി പാത്രം വെച്ച് അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് വേവണം. അതിൻ്റെ മുകളിൽ ഇഡ്ഡലി പ്ലേറ്റ് കമിഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ നെയ്യ് തേച്ച് പിടിപ്പിച്ച് ആ പ്ലേറ്റ് വെച്ച് ആ മാവൊക്കെ നമ്മൾ കലക്കി വെച്ച മാവ് മുഴുവൻ ചേർത്തിട്ട് കറക്റ്റ് ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു. ഇതിൽ നിറച്ചൊഴിക്കാൻ പാടില്ല, അര ഭാഗം 1/4 ഭാഗം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ കറക്റ്റായിരുന്നു ആ പ്ലേറ്റ്. ഇത് അര ഭാഗം ഉണ്ടായിരുന്നു. എല്ലാം മുഴുവനായിട്ട് ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. മാവ് മുഴുവൻ തുടച്ചെടുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് ചെറുതായിട്ട് വറയിട്ട് കൊടുക്കണം. അതിൻ്റെ ഉള്ളിൽ എയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോവാൻ വേണ്ടിയാണ്, എയർ ബബിൾസൊക്കെ പോവാൻ വേണ്ടി ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് വറഞ്ഞു കൊടുക്കുക. ഇതൊരു ഹെൽത്തി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അപ്പം ഇങ്ങനെ റെഡിയാക്കിയിട്ട് നമ്മൾ മേളിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡെക്കറേഷന് വേണ്ടി ഇങ്ങനെ പഴങ്ങളൊക്കെ വട്ടത്തിൽ മുറിച്ച് അങ്ങനെ മേളിൽ ചേർക്കാം. ഇല്ല പഴം ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഇതിന് പകരം ബദാമോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ഉണക്കമുന്തിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേളിൽ ഡെക്കറേഷനായിട്ട് വെക്കുകയാണെങ്കിൽ ഇത് കാണാനും ഭംഗിയായിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. 10 മിനിറ്റ് മാത്രം മതി, പെട്ടെന്ന് വേവുന്നതാണിത്. അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴമായിരുന്നു. ആ പഴത്തിൻ്റെ മധുരം ഉണ്ടാകും, ശർക്കര പാനിയുടെ മധുരവും കൂടി ആകുമ്പോൾ നല്ല മധുരം ഉള്ള നല്ല സ്വീറ്റാണിത്. അപ്പോൾ വെന്ത് കഴിഞ്ഞ് ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കുക. ഇപ്പോൾ ഇങ്ങനെ വെന്തിട്ടില്ലെങ്കിൽ അതിലുള്ള മാവ് അതിൽ ഒട്ടിപ്പിടിക്കും, ടൂത്ത് പിക്കിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ടാവും. ഒന്നും ഒട്ടിയിട്ടില്ല. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് ഇത് വേവണതാണ്.
അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പം എല്ലാം വെന്ത് കഴിഞ്ഞ് കിണ്ണത്തപ്പമൊക്കെ വെന്ത് കഴിഞ്ഞ് ഞാൻ പ്ലേറ്റ് അവിടെ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് മാറ്റി തനിച്ച് വെച്ചു. അപ്പോൾ ഒന്ന് കുറച്ച് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് മുറിച്ച് വെക്കാം. നമ്മുടെ ഇഷ്ടം നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം. ഈ കിണ്ണത്തപ്പം റെഡിയാവാൻ ഇത് വേവണ സമയം മാത്രം മതി, അല്ലാതെ ഇതിന് വേറൊന്നും നമുക്ക് ചെയ്യാനില്ല. എല്ലാം ഒരുമിച്ച് മിക്സി ജാറിൽ ചേർത്ത് അരച്ചെടുക്കുക. അരച്ചെടുത്തത് ഇങ്ങനെയുള്ള പ്ലേറ്റിൽ നെയ്യ് തേച്ച് അത് മുഴുവൻ ഇതിൽ ചേർത്ത് വേവിക്കാനേ ഉള്ളൂ. അപ്പോൾ ഇത്ര പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കിണ്ണത്തപ്പമാണ് ഫ്രണ്ട്സ്. ഇതിൽ കുറച്ച് ചൂട് കൂടി ഉണ്ട്. ആ ചൂടും കൂടി കുറയാൻ വേണ്ടിയിട്ടാണ്, ചൂടാറാൻ വേണ്ടി ഞാൻ കുറച്ച് തുറന്ന പോലെ പ്ലേറ്റ് അടച്ചു വെച്ചത്. അപ്പോൾ ആ ചൂട് മുഴുവൻ മാറി നന്നായിട്ട് ആറിക്കഴിഞ്ഞ് അത് മറ്റേ ആ പ്ലേറ്റിൽ കമഴ്ത്തി എടുക്കുകയാണ്. അപ്പോൾ ഈ പ്ലേറ്റിൽ നമുക്ക് ഇങ്ങനെ കമഴ്ത്തി എടുക്കാം. ഒട്ടിപ്പിടിക്കില്ല, ഒരു തുളി പോലും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ വേണ്ട, അപ്പം നല്ല ക്ലിയറായിട്ട് കിണ്ണത്തപ്പം കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കുമ്പോഴും ചൂടാറി കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള നല്ല ടേസ്റ്റോട് കൂടിയുള്ള നേന്ത്രപ്പഴ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതേപോലെ ഈ മെത്തേഡിൽ നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ. ഇത് ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാം. ഇപ്പോൾ കണ്ട കയ്യിലോ എവിടെയും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ കാണാനും ഭംഗി, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.